ഈ സ്ഥലം എവിടെയാണെന്ന് മനസ്സിലായോ? വേറെ എവിടെയാ, നമ്മുടെ സ്വന്തം കാവശ്ശേരിയിലെ KCP സ്കൂളാണ്. കാവശ്ശേരിയിലുള്ള എല്ലാവർക്കും അറിയാം നമ്മുടെ KCP സ്കൂള്. ഞാനും എൻ്റെ ചേച്ചിമാരും എല്ലാവരും ഇവിടെ തന്നെയാണ് പഠിച്ചത്. നമ്മുടെ KCPയിൽ കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കുറേ മാറ്റങ്ങളൊന്നുമില്ല, കുറച്ച് മാറ്റങ്ങൾ. എന്തൊക്കെ മാറ്റം വന്നാലും നമ്മുടെ സ്കൂള് നമുക്ക് പ്രിയപ്പെട്ടതാണല്ലോ. ഞങ്ങൾ KCPയിലെ പിള്ളേർക്ക് ഞങ്ങളുടെ KCP സ്കൂള് ഒരു അഹങ്കാരം തന്നെയാണ് കേട്ടോ. അതെന്താണെന്നല്ലേ, അത് പോയി കണ്ടാൽ തന്നെ അറിയാൻ പറ്റുള്ളൂ. ഞങ്ങളുടെ KCP സ്കൂൾ എന്താ ഇത്ര പ്രിയങ്കരം എന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? പറഞ്ഞുതരാം. ഞങ്ങളുടെ KCP സ്കൂളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കുറേ പാടങ്ങളും മരങ്ങളും പിന്നെ അങ്ങ് ദൂരെ ഒരു മലയെല്ലാം കാണാൻ പറ്റും. സിറ്റിയിലുള്ള സ്കൂളൊന്നല്ലല്ലോ, ഗ്രാമത്തിലുള്ള സ്കൂളല്ലേ. അതിൻ്റേതായ ഒരു ഭംഗി ഞങ്ങളുടെ സ്കൂളിനുണ്ട്. എല്ലാവർക്കും സ്വന്തം സ്കൂൾ കണ്ട കുറേ കാര്യങ്ങളൊക്കെ ഓർമ്മ വരൂലേ? എനിക്കും കുറേ കാര്യങ്ങളൊക്കെ അങ്ങനെ ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നു. ഈ സ്റ്റേജ് ഉണ്ടല്ലോ, ഇവിടെ നിന്നിട്ടാണ് ഞങ്ങൾ പ്രയറൊക്കെ പാടിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് വലിയ കാര്യത്തിൽ പ്രയർ പാടാനൊന്നും അറിയില്ല, പക്ഷെ എന്നാലും ഞാൻ ആ ഗ്രൂപ്പിലുണ്ടായിരുന്നു. ലഞ്ച് ബ്രേക്ക് സമയത്ത് വന്നാലായിരിക്കുമല്ലേ ക്ലാസ്സിൻ്റെ ഒത്തൊരുമ അറിയാൻ പറ്റുക. ഞങ്ങൾ ബോയ്സും ഗേൾസൊക്കെ ലഞ്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയറൊക്കെ ചെയ്തിട്ടായിരുന്നു കേട്ടോ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് സ്കൂളിൽ നിന്ന് അങ്ങനെ പുറത്തിറങ്ങാനൊന്നും പറ്റില്ലായിരുന്നു, പക്ഷെ എന്നാലും ഞങ്ങൾ ആരും കാണാണ്ട് പുറത്തൊക്കെ പോയിരുന്നു. സുലൈമാൻ കണ്ട് സിപ്പപ്പൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിപ്പപ്പിന് 1 രൂപയായിരുന്നു. ഹോർലിക്സും ബൂസ്റ്റും അങ്ങനെ കുറേ ഫ്ലേവറൊക്കെ ഉണ്ടായിരുന്നു. ഒരു ദിവസം ഞാൻ എൻ്റെ കൂട്ടുകാരായിട്ട് കോൽമുട്ടായി നിന്ന് ഗ്രൗണ്ടിൽ കൂടെ ഇങ്ങനെ നടന്നു വരുമായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഫ്രീ പീരീഡ് ഉണ്ടായിരുന്നു തോന്നുന്നു. പെട്ടെന്ന് ഞങ്ങളെ സാറ് വിളിച്ചു. എന്താണോ അവ വിചാരിച്ച് പേടിച്ചടുത്തേക്ക് പോയപ്പോഴാണ് സാർക്ക് എന്തോ ഫോട്ടോ പ്രിൻ്റ് എടുക്കണമായിരുന്നു. അതിനാണ് ഞങ്ങളെ വിളിച്ചത്. ഞാൻ വെറുതെ ടെൻഷനായി. കോലുമുട്ടായി തിന്നതിന് എന്നെ ചീത്ത പറയുക വിചാരിച്ച് ഞാൻ പേടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാ അസംബ്ലിയിലും സാറ് പറയും ഈ കടയിൽ നിന്ന് മിഠായിയൊന്നും വാങ്ങിച്ച് കഴിക്കാൻ പാടില്ല കേട്ടോ എന്നൊക്കെ. പിന്നെ നമ്മുടെ സ്കൂളിൽ മിക്കവാറും എല്ലാ ദിവസവും അസംബ്ലിയൊക്കെ ഉണ്ടാവാറുണ്ട്. അസംബ്ലി ഉള്ള സമയത്തൊക്കെ വെയിലും ഉണ്ടാവാറുണ്ട്. വെയിലത്തൊന്നും നിൽക്കാൻ വയ്യാത്തതുകൊണ്ട് ഞങ്ങൾ വരാന്തയിലൊക്കെ കയറി നിൽക്കും. സാറപ്പം തന്നെ ഞങ്ങളെ പിടിച്ച് ഗ്രൗണ്ടിലേക്ക് ആക്കുകയും ചെയ്യും. സ്കൂൾ ലൈഫ് എന്നൊക്കെ പറയുമ്പോൾ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഓർമ്മ തന്നെയാണ്. അവിടെ പഠിക്കുമ്പോൾ എഴുതുന്നതിനെക്കുറിച്ച് വല്ല അറിവുണ്ടോ? ഇല്ല. ഇപ്പം ആലോചിക്കുമ്പോൾ അപ്പോഴൊക്കെ എൻജോയ് ചെയ്യുമായിരുന്നു എന്നൊക്കെ ഇപ്പം വിചാരിക്കുന്നുണ്ട്. പക്ഷെ പറ്റുമോ? ഇല്ല, ഒരിക്കലും തിരിച്ചിട്ടില്ല. സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരോട് ഒന്നേ പറയാനുള്ളൂ, മാക്സിമം എൻജോയ് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ.